സാംസ് 139 139 സങ്കീർത്തനം. പ്രാരംഭത്തിൽ ഞാനൊന്ന് വായിച്ച് ആരംഭിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കലിരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ, എന്നെ വിട്ടു പോകുകയും. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിൻ്റെ ശത്രുക്കൾ നിൻ്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ലോകമൊട്ടാകെ അമ്മമാരെ ആദരിക്കുന്ന ഇന്നത്തെ ദിവസം എല്ലാ മാതാക്കൾക്കും ഹാപ്പി മദേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ അത് മറ്റുള്ളവർ എങ്ങനെ അറിയാനാണ്? പ്രകടിപ്പിക്കാത്ത സ്നേഹം ഫലത്തിലില്ലാത്ത സ്നേഹത്തിന് തുല്യമാണ്. മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹം പുറത്ത് എടുത്ത് കാണിച്ചേ പറ്റൂ. സ്നേഹം കൊണ്ട് പ്രചോദിതരായി ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സാമാന്യ തത്വം അനുവർത്തിക്കുക തന്നെ വേണം. സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പൊതുവെ വിമുഖരാണല്ലോ മലയാളികൾ. സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണാനിടയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയമാകും കാരണങ്ങളൊന്ന്. ചിലപ്പോഴത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സ്വാധീനമോ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമോ അല്ല കുടുംബത്തിൻ്റെ ഒരവസ്ഥയൊക്കെ അതായിരുന്നാലും മറ്റേത് നാട്ടുകാരെക്കാളും കുടുംബത്തെ സ്നേഹിക്കുന്നവരാണല്ലോ മലയാളികൾ. എങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളോട് അവരെ സ്നേഹിക്കുന്നുവെന്ന് പറയാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. മാതാപിതാക്കളോട് മക്കൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അതേതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. മക്കളുടെ കാര്യത്തിൽ ഇതുതന്നെയല്ലേ സ്ഥിതി? ഭാര്യയോട് ഉള്ളഴിഞ്ഞ സ്നേഹം ഉണ്ടായിരിക്കുമെങ്കിലും മിക്ക ഭർത്താക്കന്മാരും അത് ഒളിച്ചു വയ്ക്കുന്നവരാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന എന്തോ ഒരു കുറവായി ചിലർ കാണുന്നു. അതുപോലെ ഭർത്താവിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടാവാമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യാനാണല്ലോ ചില ഭാര്യമാർ തുനിയുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന തോമസ് കാർലൻ മാനുഷികമായ രീതിയിൽ പെരുമാറുന്നതിൽ പിന്നോക്കമായിരുന്നു. ഭാര്യ ജെയിനോട് പോലും സാധാരണ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജെയിൻ അപ്രതീക്ഷിതമായി മരിച്ചപ്പോൾ കാർലൈലിൻ്റെ ഹൃദയം പാശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. സ്നേഹമയ്യായ ഭാര്യയോട് എത്ര പരുഷമായാണ് താൻ പെരുമാറിയെന്നോർത്ത് അദ്ദേഹം ദുഃഖിച്ചു. കുറേ നാൾ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. തൻ്റെ സ്നേഹം ഭാര്യയെ അറിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്
അദ്ദേഹം പലപ്പോഴും വിലപിക്കുമായിരുന്നുവെന്ന് തൻ്റെ ചരിത്രത്തിൽ പറയുന്നു. വേഗത്തിൽ നമുക്ക് തിരുവചനത്തിലേക്കൂടെ നമ്മുടെ ശ്രദ്ധ തിരിക്കാമല്ലോ. 139 സങ്കീർത്തനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സാംസ് 139. ഈ സങ്കീർത്തനങ്ങളിലെ വളരെ ശ്രദ്ധേയമായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും സർവവ്യാപിത്വത്തെയും കുറിച്ച് ഇത് വർണ്ണിക്കുന്നു. ദുഷ്ടശക്തികളെ അവൻ തകർത്ത് കളയുന്നു. മത്സരികളുടെ മ്ലേച്ഛ പ്രവൃത്തികളെ കാണുകയും അവരുടെ വാക്കുകളെ കേൾക്കുകയും ചെയ്യുന്ന ദൈവം തൻ്റെ നീതിക്കൊത്തവണ്ണമാണ് അവരോട് ഇടപെടുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഒരു പ്രകാശമുണ്ട്. സൂര്യകാന്തത്തിൻ്റേതുപോലെയാണത്. യെഹെസ്കേൽ കാണുന്ന വജ്രക്കല്ലിൻ്റേതുപോലെ. അതിൽ നിന്നുള്ള പ്രകാശരശ്മികൾ രാത്രിയെ പകൽ പോലെ പ്രകാശിപ്പിക്കുന്നു. ഒരു ദീപസ്തംഭം പോലെ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രകാശരശ്മികൾ സമുദ്രത്തിൻ്റെ അനന്ത കോണുകളെയും പ്രകാശിപ്പിക്കുന്നവയാണ്. ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ നിഷേധിച്ചുകൊണ്ട് ആത്മാവിൻ്റെ കപ്പൽ തകർത്ത് കളയുന്ന നാസ്തിക്യത്തിനെതിരെ ഇതൊരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നതാണ്. സങ്കീർത്തനങ്ങളിലെ മഹത്വമേറിയതും അതിശ്രേഷ്ഠവുമാണ് ഇതെന്ന് ഏബൻ എസ്ര അഭിപ്രായപ്പെടുന്നു. അത് വളരെ ശ്രേഷ്ഠമാണെന്ന് ജോൺ ഗിൽ പറയുന്നു. പൈതഗോറസ് തൻ്റെ സുവർണ തത്വങ്ങൾ ഉരുവിട്ടിരുന്ന പോലെ വിശ്വാസികൾ ഈ സങ്കീർത്തനം രാവിലെയും വൈകിട്ടും ഉരുവിടുന്നത് നല്ലതാണ്. മനുഷ്യരുടെ ദോഷകരമായ സംശയങ്ങൾക്കും ധാരണകൾക്കുമെതിരെ ദൈവത്തോടുള്ള ദാവീദിൻ്റെ നല്ല മനസാക്ഷിയാണ് ഈ സങ്കീർത്തനം. ലോകത്തിൽ അതിസുന്ദരമായ ഒരു രചനയാണ് ഈ സങ്കീർത്തനം. ഇത്ര മധുരമായ ഒരു വിഷയത്തെക്കുറിച്ച് അതിസുന്ദരമായ ഈണത്തിൽ ഇത് രചിച്ചാലപിക്കുവാൻ ഒരു ഇടയബാലന് എങ്ങനെ കഴിഞ്ഞുവെന്നാണ് ജോർജ് റോജേഴ്സ് ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം വളരെ ശ്രദ്ധേയമായ സങ്കീർത്തനമാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഇതിലെ 1, 2, 3 വാക്യങ്ങൾ മാത്രം പറയുവാനേ സമയം എടുക്കുന്നുള്ളൂ. അതിൻ്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ സാംസ് 139 വേഴ്സ് 13, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് അമ്മമാരെ ആദരിക്കുന്ന അതേ ദിവസം തന്നെ ഒരമ്മയുടെ പ്രാധാന്യം എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും. ദൈവം സൃഷ്ടിച്ചവനെ ആദാമൊഴിച്ച് ബാക്കി എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായിട്ടാണല്ലോ ഈ ഭൂമിയുടെ പരപ്പിലായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ സംസാരിക്കുന്നത്, എന്നെ കേൾക്കുന്നത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളൊന്നും അല്ലല്ലോ. അങ്ങനെയെങ്കിൽ ആ ദൈവവചന പ്രകാരം, ഫോർ യു ഫോംഡ് മൈ ഇൻവേർഡ്സ് പാർട്സ്, യു യുനൈറ്റഡ് മീ ടുഗദർ ഇൻ മൈ മദേഴ്സ് വൂം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പറയുമ്പോൾ അതൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ചെയ്തെടുത്തത്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ആ 2 വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ഭയങ്കരവും അതിശയപരവുമായി. ഐ പ്രൈസ് യു ഫോർ ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അത്രമാത്രം അത്ഭുതമായിട്ടല്ലേ നമ്മെ ദൈവം സൃഷ്ടിച്ചത്. പ്രൈസ് ഗോഡ്. അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞുവെന്നും ഭയങ്കരവും അതിശയമായി നമ്മെ സൃഷ്ടിച്ചുവെന്നും നാം വായിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ മൂടപ്പെട്ട് കിടന്നു. ഞാൻ നിന്നെ അറിയുന്നതിന് മുമ്പേ നീ എന്നെ കരുതി. വെളിച്ചത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നവരെ മഹാനിധി പോലെ എന്നെ കാത്തു. ദൈവത്തിന് അത്രയധികം സ്നേഹം എന്നോടുണ്ടായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഏറ്റുപറയുകയാണ്. ജനനത്തിനു മുമ്പേ അവൻ ദൈവത്തിൻ്റെ രക്ഷാധികാരത്തിന് കീഴിലാകുന്നുവെന്ന് സ്പർജൻ പറയുന്നത് അതുകൊണ്ടാണ്. മെടയുക അല്ലെങ്കിൽ നെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുമിച്ച് ചേർക്കുക എന്നാണ് അർത്ഥം. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് എൻ്റെ ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നെയ്തു. ഒരു വസ്ത്രം നെയ്യുന്ന പോലെ, ഒരു കുട്ട മെടയുന്ന പോലെ എന്നെ മെടഞ്ഞു. ഒരു കൂടാരത്തിൽ സംരക്ഷിച്ചു കാത്തുവെന്നും അതിന് മറ്റൊരർത്ഥമുണ്ടല്ലോ. ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മരിക്കുന്നവരെക്കുറിച്ച് അത്ഭുതപ്പെടാതെ 70ഉം 80ഉം വയസ്സുവരെ സംരക്ഷിക്കപ്പെടുന്നവരെക്കുറിച്ച് അത്ഭുതപ്പെടുവാൻ ന്യായമുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഇത് മാത്രമല്ല, നാം ഭയങ്കരപരമായി നിർമ്മിക്കപ്പെടുന്നു എങ്കിൽ
നാം കണക്ക് കൊടുക്കേണ്ടുന്നവരായും കൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു മൃഗങ്ങളെപ്പോലുള്ള പ്രകൃതികൾ തന്നെ നമുക്കുണ്ട്. എന്നാൽ ധാർമ്മികതയിൽ നാം ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തരാണ്. നാം നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. ഈ ജീവിതം നിത്യജീവിതത്തിൻ്റെ ആരംഭഘട്ടം മാത്രമാണ്. ചുരുങ്ങിയ ചില വർഷങ്ങൾ, നേരത്തെ ഓർപ്പിച്ച പോലെ 70 80 അല്ല, 7 10 15 ഏത് വയസ്സിൽ നാം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടാലും പ്രൈസ് ഗോഡ്, അത് നമ്മുടെ നിത്യതയുടെ ആരംഭഘട്ടമായിരിക്കുമെന്ന് ഉള്ള കാര്യം മറക്കരുത്. സകല മനുഷ്യരിലും ഒരു സ്വഭാവമുദ്ര പതിപ്പിക്കുന്ന സ്ഥാനം എവിടെയാണ്? എത്ര ഭയാനകമാണ് നമ്മുടെ സ്ഥിതിയെന്ന് ചിന്തിച്ചോ. നമുക്ക് ചുറ്റുമുള്ള എത്രയോ പരീക്ഷകൾക്ക് നമ്മുടെ മനസ്സ് തുറന്നു പോകുന്നു. ശരീരത്തിനേക്കാൾ ആത്മാവിനാണ് നാം അത് കൂടുതൽ ദോഷം ചെയ്യുന്നു മനസ്സിലാക്കുമ്പോൾ പ്രൈസ് ഗോഡ്, നാം എത്രമാത്രം പ്രാഗൽഭ്യത്തോടെ പ്രാധാന്യത്തോടെ ഈ ജീവിതം നയിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. മുത്തു സൂക്ഷിച്ചിരിക്കുന്ന പേടകത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ ആത്മാവ് ദൈവത്തിൻ്റെ അഗ്നിസ്ഫുലിംഗവും സ്ഫോടകവും എത്ര ശീഘ്രതയുള്ളവയാണ്, എത്ര ദ്രുത ചലനമാണ് അതിനുള്ളത്. അതിൻ്റെ കഴിവുകൾ എത്ര അപ്രമേയം. പ്രൈസ് ഗോഡ്. അത് ശരീരത്തെ ചലനാത്മകമാക്കുന്നു. ദൈവത്തെ പോലെ ശരീരമാകെ ഭരിക്കുന്നു. ആത്മാവിന് ദൈവം എത്ര വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച്. സ്വന്തം സാദൃശ്യത്തിൽ ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം അതിനെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം എല്ലാവരും ഒരു ദിവസം മരിക്കും. ജീവിക്കാനും മരിക്കാനും അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ? മരിക്കാതെ ഒരു മണിക്കൂറെങ്കിലും അതിനെ നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെ? ആത്മാവും ശരീരവും ചേർന്നാൽ ഒരു മനുഷ്യനായിത്തീരുന്ന അത്ഭുതമല്ലേ? ഇതെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? അല്ലെങ്കിൽ എങ്ങനെ വിവരിപ്പാൻ കഴിയും? അത്രമാത്രം പ്രാധാന്യമേറിയ, അത്രമാത്രം വിശാല വീക്ഷണതയുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ സമയത്ത് നാം ഭൂമിയുടെ പരപ്പിലായിരിക്കുമ്പോൾ ആ ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് ഈ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ സാധിക്കും? പ്രൈസ് ഗോഡ്. ദൈവത്തിനെങ്ങനെ മഹത്വം അർപ്പിപ്പാൻ കഴിയും? അങ്ങനെയുണ്ടെങ്കിൽ ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? അതിൻ്റെ അവസാന 2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് വിടുകയാണ്. പ്രൈസ് ഗോഡ്. സാംസ് 139 വേഴ്സ് 23 and 24. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രൈസ് ഗോഡ്. 23-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ഒന്നാമതായി സ്വന്തം ഹൃദയം പരിശോധിക്കുവാൻ സങ്കീർത്തനക്കാരൻ ഒരുക്കമാകുന്നു. ബോണപ്പാർട്ടോ, നെൽസണോ, വെല്ലിംഗ്ടണോ ഇത് ചെയ്യുവാൻ മുതിർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രഗത്ഭന്മാരും ഉന്നതരും അറിയപ്പെടുന്നവർക്കും സാധിക്കാത്ത കാര്യം സകല വീരന്മാരെയും കണ്ടാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നുവെന്ന് ഹല്ലേലൂയ നാം പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന നാം കാണുന്ന പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മതങ്ങളുടെ അതേ തലപ്പത്തിരിക്കുന്നവരോടോ ഒക്കെ നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാനോ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കുവാൻ. എന്നാൽ ദാവീദ് ധൈര്യശാലിയായിരുന്നു. സിംഹത്തെയും കരടിയെയും ഗോല്യാത്തിനെയും കൊന്നപ്പോൾ അവൻ തൻ്റെ ധൈര്യം സംശയാതീതമായി തെളിയിച്ചവനാണ്. എന്നാൽ സ്വന്തം ഹൃദയം പരിശോധിക്കുവാൻ ആ ധൈര്യം അവൻ വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് എത്ര വാസ്തവമാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുവെന്ന് ഞാൻ കരുതട്ടെ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്ന്. പ്രൈസ് ഗോഡ്. എനിക്ക് തന്നെ അതിന് കഴിയത്തില്ല കർത്താവേ. ദൈവമേ, എന്നെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യമാണ്. ശത്രുവിനെ ഞാൻ നേരിടും, ശത്രുവിനെ ഞാൻ തകർക്കും, സംശയമില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അവിടത്തേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുകയാണ്. ആ സഹായം വരുന്ന പർവ്വതത്തിലാണ് എൻ്റെ കണ്ണ്, എൻ്റെ ആശ്രയം. ഭൂമിയിലെ സകല ദുഷ്ടജന്തുക്കളെയും നിങ്ങളുടെ മുമ്പിൽ അണിനിരത്തിയിട്ട് അവയെ എതിരിടുവാൻ നിങ്ങൾ ധൈര്യപ്പെട്ടാലും സ്വന്തം ഹൃദയത്തെ പരിശോധിക്കുവാൻ ധൈര്യപ്പെടുകയില്ല എന്നാണ്. പ്രൈസ് ഗോഡ്. ഓരോ പാപവും ഓരോ ലിജിയനാണ്. ഓരോ പാപവും പറയും, എൻ്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ അനേകരാണ്. എങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ഇത് ചെയ്യണം, പരിശുദ്ധാത്മാവിനാൽ പുതുജന്മം പ്രാപിക്കണം എന്നുള്ളതാണ് ശക്തന്മാരുടെയും
പണ്ഡിതന്മാരുടെയും അഭിപ്രായം, പ്രൈസ് ഗോഡ്, സ്വയം ശോധന ലഘുവായ കാര്യമല്ല. അത് പ്രായോഗികമാക്കിയിട്ടുള്ള ഒരു വിശ്വാസിയും അത് എളുപ്പമായി കാണില്ല. സ്വയശോധന പോലെ വിഷമമുള്ളതും തൃപ്തികരമല്ലാത്തതുമായ മറ്റൊരു കാര്യമില്ല. പലപ്പോഴും ആലയത്തിൽ ചെല്ലുമ്പോൾ തിരുവത്താഴ് സന്ദർഭങ്ങളിൽ ദൈവദാസൻ എടുത്തു പറയുമല്ലോ, അവനവൻ്റെ ശരീരത്തെ വിവേചിച്ചു വേണം ഇതിലേക്ക് കൈനീട്ടുവാനെന്ന്. പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും വേഗത്തിൽ ആ കൃത്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. 1-2 മിനിറ്റ് പോലും സമയം വേർതിരിക്കാൻ ഇല്ലാത്ത വിധത്തിൽ വേഗത്തിൽ അതിലേക്ക് കടക്കുന്ന പോലെയാണോ പ്രൈസ് ഗോഡ് നമ്മെ ഒന്ന് സ്വയം ശോധന ചെയ്യുന്ന കാര്യം? പ്രിയ ദൈവോയിതലേ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ മേൽ വലിയ ആത്മീയ പ്രകാശം വന്നെങ്കിലേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അകത്തുള്ള ദുഷ്ടതയെക്കുറിച്ച് നമ്മൾക്കെന്തെങ്കിലും ഒരു രൂപമുണ്ടോ? നമ്മുടെ ദുഷ്ടത ഇത്രത്തോളം ശക്തമാണെന്നും നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടത ഇത്രത്തോളം വലിയതാണെന്നും നാം വിചാരിക്കാത്ത ദുഷ്ടതയിലേക്ക് കരം നീട്ടുമ്പോൾ, അതിലേക്ക് നടന്നെടുക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ പോലും പലപ്പോഴും ദുഷ്ടൻ വലിച്ചിഴയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഓരോ വിശ്വാസിയും അതിൻ്റെ വില കണക്കാക്കുവാനും ഒരുങ്ങണം. നാം ആത്മാർത്ഥമായിട്ടാണ് ശോധന ചെയ്യുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം അത് ചെയ്യും. നമ്മെ പരീക്ഷിക്കുവാൻ അപേക്ഷിച്ചാൽ ദൈവം നമ്മളെ പരീക്ഷിക്കും. പരീക്ഷിക്കപ്പെടുന്നത് ലഘുവായ കാര്യമല്ലെന്നാണ് ജെയിംസ് വോഗൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാപട്യം, മനുഷ്യൻ തൻ്റെ കാപട്യത്താൽ മുഴു ലോകത്തെയും വഞ്ചിക്കുന്നു, സ്വയം വഞ്ചിക്കുകയും ചെയ്യുന്നു. കപടഭക്തിയിൽ അവൻ സ്വന്തം ഹൃദയത്തെ ഒളിപ്പിക്കുന്നു. അവൻ വളരെ ഗുണവാനാണെന്ന് സ്വയം വിശ്വസിക്കുന്നു. ദോഷങ്ങളെല്ലാം നന്മകളാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഇത് മാരകമായൊരു കപടഭക്തിയല്ലേ? തൻ്റെ തെറ്റുകളെ ശോധന ചെയ്യുന്നവനാർ? പ്രൈസ് ഗോഡ്. രഹസ്യപാപങ്ങൾ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ദാവീദിൻ്റെ താഴ്മ എത്രയോ അനുകരണീയമാണ്. അവൻ ദുഷ്ടതയെക്കുറിച്ചല്ല, നീതിപൂർവമായ കോപത്തിലാണ് സംസാരിക്കുന്നത്. ദൈവത്തെ പകയ്ക്കുന്നവരെ അവനും പകയ്ക്കുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ അന്തരീയങ്ങളെ അറിയണമേ. അബ്രഹാം സോദോം ഗൊമോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ, ജെനസിസ് ചാപ്റ്റർ 18:27, സമയപരിമിതിയിൽ ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പൊടിയും വെണ്ണീറുമായി ഞാൻ എന്ന് പറയുവാൻ താൻ മടിച്ചില്ല. പ്രൈസ് ഗോഡ്. പൊടിയും വെണ്ണീറുമാണ് ഞാനെന്ന്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലവും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശുദ്ധ സ്വർണം ചൂളയോ അഗ്നിയോ ഭയപ്പെടുന്നില്ല, ഉരകല്ലിനെ പേടിക്കുന്നില്ല, അത് ത്രാസിനെ ഭയപ്പെടുന്നില്ല. തൂക്കമുള്ളവനായി തന്നെ ഇരിക്കും. തൂക്കി നോക്കിയാലും സ്വർണം തന്നെ. അവനെ എത്രയധികം ശോധന ചെയ്യുന്നുവോ അത്രയധികം ശുദ്ധിയുള്ളവനായി പുറത്തു വരും. പ്രൈസ് ഗോഡ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ദുഷ്ടന്മാരുടെ മാർഗത്തെ ഞാൻ വെറുക്കുന്ന പോലെ എന്നിലുള്ള ദുഷ്ടതയുടെ മാർഗത്തെയും ഞാൻ വെറുക്കുന്നുവെന്ന് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഉരുവിടുന്നതിന് അനുയോജ്യമായൊരു പ്രാർത്ഥന കൂടിയല്ലേ ഇത്? നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തിൻ്റെ മാർഗങ്ങളുണ്ട്, വ്യർത്ഥതയുടെയും നിഗളത്തിൻ്റെയും മാർഗങ്ങളുണ്ട്. സ്വാർത്ഥയുടെ മാർഗത്തിൽ പലപ്പോഴും നടക്കുമ്പോൾ ലോകത്തിൻ്റെ ഉല്ലാസങ്ങളുടെയും ലോകത്തിൻ്റെ മോഹങ്ങളുടെയും ഒക്കെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ് മാന്യതയുടെ മാർഗങ്ങളുമുണ്ട്. പ്രാർത്ഥനയിൽ ഉദാസീനത വരുത്താതെ ദൈവവചന ധ്യാനത്തിൽ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്ന സ്വയാശ്രയത്തിൻ്റെ മാർഗത്താലല്ല, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൽ ദൈവത്തെ നാം സ്നേഹിച്ച്, ദൈവത്തെ നാം സേവിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ചു മുന്നേറുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവവചനം അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ വ്യസനത്തിനുള്ള മാർഗമല്ല, സന്തോഷത്തിനുള്ള, സമാധാനത്തിനുള്ള ശാശ്വത മാർഗമാണ് അവൻ്റെ മുമ്പിൽ തുറക്കുന്നത്. അതിനായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഇന്ന് പകൽക്കാലം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നല്ല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. ഞങ്ങളിലുള്ള വ്യസനത്തിലുള്ള മാർഗത്തെ തിരിച്ചറിഞ്ഞ് ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളം തന്ന് സഹായിക്കണേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. കർത്താവ് യേശുവിനെ മാത്രം അപേക്ഷിക്കുന്നു. ദയ തോന്നി ഉത്തരണമേ. ആമീൻ, ആമീൻ.